Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ എന്താ പറയുക ഭയങ്കര ക്യൂട്ട് നെയിമുള്ള ഒരു റെസിപ്പിയാണ്. ഈ ക്യൂട്ട് നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വെജിറ്റേറിയൻ ചെയ്യാം, നോൺ വെജിറ്റേറിയനും ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ആരെയും പിണക്കുകയല്ല ഇപ്രാവശ്യം. ഇത് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓമനപ്പത്തിരി. ഓമനപ്പത്തിരി എന്ന് പറയുന്ന ഒരു ക്യൂട്ട്നെസ് കൊണ്ട് ഇടുന്നതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ പത്തിരി ബേസിക്കലി എന്നാ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ, തിളച്ച വെള്ളത്തിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് കുഴച്ച് പിന്നെ എന്നാ പറയുക അതിൻ്റെ നല്ലതായിട്ടൊന്ന് തണുത്തേച്ച് കുഞ്ഞുരുളയൊക്കെ ആക്കി പരത്തിയെടുക്കുന്ന മിടുക്ക് പോലെ ഇരിക്കും പത്തിരിയുടെ ഗുണം. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. കാര്യം ഇതെല്ലാം ഓക്കെയാണ്, ലാസ്റ്റ് പരത്തുന്ന സമയത്താണ് പത്തിരി ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായി പോകുന്നത്. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ ഇനി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കീറി പറഞ്ഞൊക്കെ ഇങ്ങനെ ഒരു പന്ന പത്തിരിയായിട്ട് എനിക്ക് വരാറുള്ളൂ. പക്ഷെ അതിന് പകരം നമുക്ക് ഈ ഒരു പത്തിരി ചെയ്ത് നോക്കിയാൽ ഇത് നല്ലൊരു സാധനമാണ്. ചായക്ക് വേണമെങ്കിൽ കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറാക്കുകയും ചെയ്യാം. ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതാ നല്ലത്. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുഞ്ഞു 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 പത്തിരീസ് ഉണ്ടാക്കി വെച്ച് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സാധനം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയനും ആക്കാം, നോൺ വെജിറ്റേറിയനും ആക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇത് തനി നാടൻ ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വെളി രാജ്യങ്ങളിലൊന്നും പോയിട്ട് മറ്റേ എന്നാ പറയുക തൈമ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇതിനകത്ത് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം. പിന്നെ വേണ്ടിയത് നമ്മുടെ സവാള ഇല്ലേ, അത് കുഞ്ഞായിട്ട് അരിയണേ. പിന്നെ ഇച്ചിരി പച്ചമുളക്, ഇതെല്ലാം കുഞ്ഞായിട്ട് അരിയാനുള്ളയാ. വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ടൊമാറ്റോ, പിന്നെ കുറച്ച് മുട്ട വേണം. മുട്ട ഇപ്പം ഞാൻ 3 എടുത്തിട്ടുള്ളൂ. എത്ര മുട്ട വേണ്ടതെന്ന് വെച്ചാൽ അളവ് കൂട്ടിക്കോണം. പിന്നെ ഇച്ചിരി നെയ്യ് വേണം. ഇതെന്നാ ബാറ്ററാന്നറിയാവോ, ഇത് മൈദയും ഉപ്പും ഒരു മുട്ടയും കൂടി ഇട്ട് അടിച്ചേക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ ഉപ്പ്, ഇത്രയും സാധനമേ വേണ്ടി വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചേക്കുവാന്നേ നമ്മുടെ ബാറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ കട്ട കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ദോശയ്ക്ക് പരത്തുമ്പോഴത്തേന് അത് ഇങ്ങനെ ഇടയിലെല്ലാം ഇങ്ങനെ ഓട്ട വരുവേ. അന്നേരം അത് കാണാനും നമുക്ക് റോൾ ചെയ്യാനും ഇച്ചിരി പ്രയാസമായിരിക്കും. ഇതല്ല, നമുക്ക് ദോശക്കല്ലയിൽ ഒഴിച്ചാൽ ഇങ്ങനെ ഈ ഇടയിൽ ഇങ്ങനെ ഓട്ട പോലെ വരുവാന്നേൽ ഒരു കാര്യം ചെയ്തേച്ചാൽ മതി. അപ്പച്ചട്ടിയില്ലേ, അപ്പച്ചട്ടിക്കകത്ത് വെച്ചേച്ച് ഇങ്ങനെ വട്ടം ചുറ്റി എടുത്തേച്ചാൽ മതി. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ തീ എപ്പോഴും ലോ ഫ്ലെയിമേ വേണം നമ്മൾ ദോശ ഉണ്ടാക്കാൻ. തീ കൂടി കഴിഞ്ഞ് കല്ല് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതേപോലെ പ്രശ്നങ്ങൾ വരും. പിന്നെ നമ്മളിതിനകത്ത് ഫില്ലിങ് വെച്ച് റോൾ ചെയ്യുമ്പോഴത്തേന് ആ ഓട്ടയിൽ കൂടെ എല്ലാം ഇങ്ങനെ പുറത്തു പോവേ. അതുകൊണ്ട് അത് ചെയ്യണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്മേ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. ഫില്ലിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമായിട്ടോ ഇതൊക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം. ഇപ്പം നമ്മൾ മുട്ട ഇടുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ, അതായത് കുറച്ച് കീമായോ അല്ലെങ്കിൽ ഒരു ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനോ എന്നതേലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തേത്, അതായത് പിച്ചി പറിച്ചെടുത്തേച്ച് എല്ലാം കളഞ്ഞേച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മൊരിച്ചെടുത്തേച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഉണ്ടല്ലോ ഇതിനകത്തിടുക. നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം തോന്നിയാൽ ഉള്ളി ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാന്നോ എപ്പോഴും പറയുന്ന പോലെ കൂടുതൽ ഉള്ളി ഇടുവാന്നേൽ അതൊന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മധുരിക്കുവേ, അത് വേണ്ട. നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി അരപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും, നമുക്ക് ആ ഉള്ളിയുടെ മധുരച്ചവ ഉണ്ടാവുകയും ചെയ്യില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അങ്ങ് ചേർക്കാവേ. ഏതാണെന്നറിയോ, വഴറ്റാനുള്ളതാന്നേ. അതാദ്യം എരിവ് കണക്കാക്കി പച്ചമുളക് ഇട്ടോണം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം നിറച്ചിടുക. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി. ഇതിനകത്ത്
3/4 ടീസ്പൂണേ ഇപ്പം ഇടത്തുള്ളൂ. ഇതിനകത്ത് അഥവാ ഇറച്ചി ഇടുവാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും 1.5 ടീസ്പൂൺ വീതം ഇട്ടു. അന്നേച്ച് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴലട്ടെ. ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. ബ്രൗൺ ഏകദേശം നല്ല ബ്രൗൺ ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മൊരിച്ചങ്ങ് എടുക്കുകയല്ല വേണ്ടിയേ, നല്ല മൊരിഞ്ഞു വരികയല്ലേ. അങ്ങനെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയതിന് ശേഷം പിന്നെയും വെന്ത് 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 ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പം പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് നമ്മുടെ എപ്പോഴുള്ള ടിപ്പാന്നേ, ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് തൂവിയേച്ചാൽ മതി. ഇതിനകത്ത് ഒരു ഇച്ചിരി എരിവ് വരുന്നത് നല്ലതാണ് കേട്ടോ. ഇറച്ചിക്കാന്നേലും നമ്മളിപ്പോൾ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഇറച്ചിക്കാന്നേലൊക്കെ ഒരു ഇച്ചിരി എരിവ് ഇടുന്നത് നല്ലതാണ്. അതായത് പച്ചമുളക് ഇച്ചിരി ഇടുന്നത് നല്ലതാണ്. ഇറച്ചി ഇടുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ കൂടെ ഞാൻ തരാം. കുരുമുളക് ചതച്ചിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇറച്ചിക്ക്. ഇപ്പോൾ നമ്മൾ മുട്ടയ്ക്കാന്നേൽ കുരുമുളക് ഒരുപാട് ഇടണ്ട, വേണം തന്നെ ഇല്ല, ഓപ്ഷണലാണ്. മറ്റേ ഇറച്ചിയാണെങ്കിൽ കുറച്ച് ചതച്ച കുരുമുളകും കൂടി ഇടുവാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റാണ്. ഇനി ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂത്തോട്ടെ. ഉപ്പിട്ടാലും പിന്നെ അത് ഇച്ചിരി സമയം എടുക്കുമല്ലോ. മല്ലിയില ഇട്ടിട്ടുണ്ടേ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി. കുരുമുളക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കേട്ടോ അത് വരുന്നേ. മുട്ട മാത്രം ആയതുകൊണ്ട് ഇച്ചിരി കുറച്ചിട്ട് വെച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇച്ചിരി ഗരം മസാല. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിടാം. അതായത് നമുക്ക് ഇപ്പം എണ്ണ തെളിയിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഇട്ടേക്കുന്ന പൊടി ഉണ്ടല്ലോ അതൊന്ന് മൂത്ത് കിട്ടിയേച്ചാൽ മതി. ചീനച്ചട്ടിയും എല്ലാം ചൂടായിരിക്കുന്നതുകൊണ്ട് അധികം നേരമില്ല. ഒത്തിരി പൊടി ഇട്ടിട്ടുമില്ല, ഒരു ഇച്ചിരി പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മൂപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊന്നും ഇച്ചിരി ഇപ്പം തന്നെ അതിൻ്റെ ഒരു മണം വന്നു കഴിഞ്ഞ് ഒരുപാട് മൂത്ത് പോയാൽ നമുക്ക് ആ കരിഞ്ഞ ചുവ വരും. അത് വേണ്ട. ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടുക. ഇനിയാണെന്ന് ഒരു ഇച്ചിരി പണിയുള്ളത്. എന്നാന്നറിയാമോ, തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് ആക്കാൻ ഒക്കുകയില്ല. അതാണെങ്കിൽ ഇനി നമ്മൾ ചേർത്ത പൊടിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് തക്കാളി അതിനകത്തോട്ട് അങ്ങ് ചേരണം. ഞാനേ നമ്മൾ ആ ടൊമാറ്റോ എല്ലാം ഇട്ടപ്പോൾ കുറേ ചുമയും തുമ്മലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് എന്നാ പറയുക, ടൊമാറ്റോനെ അങ്ങ് മാഷ് ചെയ്ത് നമ്മുടെ ആ ഉള്ളിനകത്തോട്ട് അങ്ങ് ചേർക്കണം. പിന്നെ ആണെങ്കിലും നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന എന്നാ പറയുക എണ്ണയുണ്ടല്ലോ അതങ്ങോട്ട് സൈഡിലോട്ട് ഒന്ന് തെളിഞ്ഞ് വരണം. പിന്നെ ഒരുപാട് അങ്ങോട്ട് എണ്ണ ഒഴിക്കരുത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഊറി വന്നേച്ച് നമ്മൾ പിന്നെ മുട്ട ചേർക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒരു കുഴഞ്ഞ പരുവായിരിക്കും. അത് കാണാൻ കൊള്ളുകയില്ല, കഴിക്കാനും കൊള്ളുകയില്ല. മറ്റേതാന്നേൽ ഇച്ചിരി ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നാൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള എണ്ണ ഒഴിക്കാവുള്ളൂ. ഒരുപാട് എണ്ണ എടുത്ത് ഒഴിച്ചേക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്നറിയാമോ, പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിയെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര വെപ്രാളാണ്. എത്രയും വേഗം ആ ജോലി അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മൾ അതിനെ ഒന്ന് പെട്ടെന്ന് എണ്ണ തെളിയിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി എണ്ണ എടുത്ത് ഒഴിക്കും. എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, രുചി കൂടത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ആ റോൾ ചെയ്തൊക്കെ വരുമ്പം എപ്പോഴും റോൾ ചെയ്യുമ്പോഴത്തേക്ക് റോൾ ചെയ്യുന്ന ആ സ്റ്റഫിങ് എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ എണ്ണ ഒലിച്ച് വെച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചീത്തയാണ്. അതുകൊണ്ട് അത് കാണാനും നമുക്ക് കഴിക്കാൻ നേരം ആ വായിക്കലൊക്കെ ഒരു എണ്ണയുടെ ഒരു എഫക്റ്റ് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് ഈ നമ്മൾ അരപ്പുണ്ടല്ലോ സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചേച്ച് മുട്ട ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം.
ഒഴിച്ച് വെച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഓരോ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അരപ്പിനകത്തോട്ട് അങ്ങ് ചേർത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു എരിവും കൂടെ ആ മുട്ടയെ പിടിക്കുകയും ചെയ്യും. എന്നാൽ മുട്ട ഇച്ചിരി സ്ക്രാമ്പിളായിട്ട് നമ്മുടെ അരപ്പയിലോട്ട് കയറുകയും ചെയ്യും. ഈ സമയത്ത് ചിക്കൻ ചേർക്കുവാന്നേലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ ടൊമാറ്റോയുടെ ഒക്കെ അരപ്പില്ലയോ അതങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് വേവിക്കണം. വേവിച്ച് ആ വെള്ളം മുഴുവൻ പറ്റിയതിന് ശേഷമേ ഈ മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിടാവുള്ളൂ. ചിക്കനും കൂടെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഏത് മീറ്റ് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം മുട്ട മാത്രം മതി എന്ന് തോന്നുവാന്നേൽ അത് മാത്രം ഇട്ടേച്ചാൽ മതി. ആദ്യത്തെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇതേപോലെ ഓരോ മുട്ടയും. ഇപ്പം മുട്ട ഇട്ടപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാം. ഇറച്ചി ആന്നേലും മുട്ടയാന്നേലും ഒരു ഇച്ചിരി നല്ല മുളക് ഉണ്ടേലുണ്ടല്ലോ ഇച്ചിരി സ്വാദ് കൂടുതല. ഞാൻ ഇടാൻ പോവാ കേട്ടോ. ഇട്ടോണേ. ഉപ്പ് ചേർക്കണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അരപ്പിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കണ്ട. നല്ല മുളക് ചേർത്തു, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് മുട്ട ആയി കഴിഞ്ഞു. ഇതേപോലെ എല്ലാ മുട്ടയും നമ്മൾ എത്ര അരപ്പ് എത്ര റോൾ എത്ര ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി മുട്ട ചേർത്തു. ചുമ്മാ ഉള്ള ഉള്ളി എല്ലാം കൂടെ തിരുന്നേലും ഭേദമല്ലേ മുട്ട കഴിക്കുന്നത്. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു സ്ക്രാമ്പിൾ ചെയ്തേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലുള്ള കുഴപ്പവും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നാണെന്നറിയാമോ, എല്ലാം സ്ക്രാമ്പിൾ ചെയ്തേച്ച് ഹൈ ഫ്ലെയിമിലാക്കാം. അല്ലാതെ ആക്കുവാന്നേൽ നമ്മുടെ സൈഡിൽ വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമ്മൾ അറിയാതെ തന്നെ അതങ്ങ് മുരിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ നോക്കിയാൽ ഒന്നേന്നേ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇച്ചിരി ശ്രദ്ധിച്ചേച്ചാൽ മതി. നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടേച്ച് പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പയിൽ ഉടനെ തന്നെ അങ്ങ് ദോഷം ഉണ്ടായിക്കോണം. മൈദയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. മുട്ടയാന്നേലും പിള്ളേർക്ക് കൊടുക്കാൻ എപ്പോഴും കരുതുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് അത് എടുത്തൊന്ന് വാങ്ങാൻ നേരം ഉണ്ടല്ലോ, അതായത് അത് ഫുള്ളൊന്നായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നേരം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടേച്ച് ഒന്ന് മുരിച്ചെടുത്താലുണ്ടല്ലോ നല്ലൊരു ഒരു മുരിഞ്ഞ സാധനമാവും. എന്നാൽ ആ ഒരു ഡ്രൈ എഫക്റ്റ് കിട്ടും. പിന്നെ വേണ്ടത് നോക്കിയാൽ ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ ഫുൾ ചെയ്ത് വരുമ്പോഴത്തേന് ഒരു തുള്ളി എണ്ണ കാണുമല്ല. ഈ ഡ്രൈനെസ് ആണെന്നു നമുക്ക് ആ സ്റ്റഫ് ചെയ്യാൻ അതിനകത്ത് വേണ്ടിയേ. മറ്റേ ഒരുപാട് എണ്ണ ആന്നേലാന്നു ഞാൻ പറഞ്ഞിങ്ങനെ എണ്ണ ഒലിച്ചു വരുവേ, അത് ചീത്തയാണ്, അത് കൊള്ളുകയല്ല. അത് മാക്സിമം അതിനെ ഡ്രൈ ആക്കി എടുക്കാൻ നോക്കിയാൽ മതി. അതായത് നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത്. മറ്റേതാന്ന് കൈവാക്ക് നല്ലതാന്നേൽ അത് തന്നെ ഉപയോഗിച്ചോ. പക്ഷെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള മാക്സിമം ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഇത് ഇച്ചിരി നേരം ഇവിടെ ഇരുന്നൊന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം ആ മുട്ടേനെ എത്ര നമുക്ക് പൊട്ടിച്ചിടാൻ നോക്കുമോ അത്രയും നമ്മൾ അതിനകത്തോട്ട് പൊട്ടിച്ച് കുഞ്ഞു ഇളക്കും തോറും നമുക്ക് വലിയ കഷ്ണം കാണുമ്പോഴത്തേക്ക് നമ്മൾ അന്നേലും ചട്ടുകം വെച്ചേച്ച് ഒന്നും അത് ഉടച്ചു വിടുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് അതിനെ മാക്സിമം കുഞ്ഞു കഷ്ണമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്നാണെന്നറിയോ, കുഞ്ഞാക്കും തോറും നമ്മുടെ ആ മുട്ട മുരിയുകയും ചെയ്യും, നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ചെറിയ അടുപ്പൊന്ന് കത്തിച്ച് വെച്ച് ഈ ദോശക്കാലൊന്ന് ചൂടായേച്ചുണ്ടല്ലോ ആദ്യം ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാവേ. ഇനി ഇതിനകത്തോട്ട് ഒത്തിരി ചൂടാവുന്നിടത്തോട്ട് തവിയിൽ മാവ് ഒഴിക്കരുത്. ഒരു തവി മാവ് കണക്കാക്കി ചേർത്തേച്ചാൽ മതി. അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശയ്ക്ക് എടുക്കുന്ന അതേ അയവ് തന്നെ നമ്മുടെ മൈദയ്ക്കും വേണേ. ഇതിനകത്തോട്ട് 1-2 തുള്ളി നെയ്യും കൂടെ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വന്നാൽ നല്ല സ്വാദാണേ. സ്വാദ് കൂടുന്തോറും ഈ ഫാറ്റ് കണ്ടൻസ് കൂടും. പക്ഷെ എന്നാലും
ഒരിക്കലെങ്കിലും നമ്മളൊരു രുചിയുള്ള ഭക്ഷണം കഴിച്ച് പിന്നെ ഹെൽത്ത് നോക്കാം അല്ലേ? അതിൻ്റെ ടേസ്റ്റ് എന്നാന്നൊക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാനുള്ളതല്ലേ. അന്നേച്ച് ഹെൽത്ത് നോക്കുമ്പം ഈ ടേസ്റ്റോടു കൂടി വിത്ത് ഹെൽത്ത് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കണം കേട്ടോ. അതാണ് നമ്മുടെ എയിം. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി എനിക്ക് ഒറ്റ പരിപാടിയുള്ളൂ, ദോശ ചുട്ടെടുക്കണം. നമ്മുടെ ഓമന പത്തിരി ശരിക്കും കണ്ടോ, കുഞ്ഞുവാവന്മാരെയൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന കൂട്ട് ഞാൻ നല്ല ഓമനത്വത്തോടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ മുട്ടയുടെയൊക്കെ മുട്ടയ്ക്ക് ബേസിക്കലി ഒരു ഉലുമ്പിൻ്റെ ഒരു ഇത് വരും. അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്ന ഇതെന്നല്ല, ഏത് ഭക്ഷണമായാലും ചൂടോടെ കഴിക്കുന്നതിനുണ്ടെന്ന സ്വാദ് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുകയല്ല. അതുകൊണ്ട് ഇത് ചൂടോടെ ഉണ്ടാക്കി നല്ല ചൂട് ചായയും കൂട്ടിയേച്ചാൽ കഴിക്കുക. ഇതാരാടോ എന്നാ പറയാനാ? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇനിയിപ്പോ ഈ പറഞ്ഞ കൂട്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലോണം അറിയാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഇവിടെ കോകിലയായിട്ടാണോ വന്നേക്കുന്നത് വീണയായിട്ടാണോ വന്നേക്കുന്നത്? ഞാൻ ആരായിട്ട് വരണം? കോകില വേണ്ട, പിന്നെ വീണ മതി. മതിയോ? പിന്നെ അല്ലെന്ന് വെച്ചാ എന്റെ നാട്ടുകാർ വരുമ്പോഴത്തേക്ക് ഉള്ള പേര് പോരുന്നല്ലോടോ നല്ലേ. അതിന് അത്ര മോശമാണോ കോകിലയുടെ സ്വഭാവം വെച്ചും വേണ്ട. പിന്നെ നാട്ടിൽ എന്നാണ്ട് വിശേഷം? എന്നെ അവിടെ എന്നാ ഉണ്ട് വിശേഷം? ഞാൻ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം ആയെന്ന്. എന്നാന്നോ, അവധി ആവുമ്പോഴല്ലേ നമ്മൾ പോത്തുള്ളൂ. അന്നേരം ഇപ്പം വലിയ അവധിയാ പോയില്ല. പക്ഷെ ഏട്ടൻ്റെ അവിടെ ഒരു അനിയത്തിയുടെ മോടെ കല്യാണം ആയതുകൊണ്ട് ഇവിടെ അങ്ങ് കൂടി. അതുകൊണ്ട് ഇപ്രാവശ്യം നടന്നില്ല. ഇതെന്നാന്നറിയോ ഇങ്ങനെ വിശേഷം ചോദിക്കുന്നത് എന്നാന്നറിയോ? ഞങ്ങൾ ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും കോട്ടയംകാരികളാണ്. അതുകൊണ്ടാണ് ഒരു സന്തോഷമൊക്കെ വരുള്ളൂ. ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രോഗ്രാം കാണുന്ന സമയത്ത് വിചാരിക്കും, ഇത്രയും കോട്ടയം ഭാഷ എങ്ങനെയായി പറയുന്നതെന്ന്. അല്ല ഞാനല്ല അല്ല നല്ലതായിട്ട് പറയാം കേട്ടോ. കോട്ടയം ഭാഷയ്ക്ക് ഇത്ര ഒരു എന്താ ഗും കൊടുത്ത മറ്റൊരു പ്രോഗ്രാം ഇല്ല. വെരി ഗുഡ്. അതുകൊണ്ടല്ലേ സിനിമയിലൊക്കെ കുറച്ചല്ലേ കാണിക്കുന്നത്. അത് പിന്നെ എന്നാന്നോ, നമ്മുടെ ക്യാരക്ടർ വൈസ് നമ്മൾ ആ ഓരോ ഡയലോഗ്സ് പറയണ്ടേ. ഇതിപ്പോ നമ്മൾ തന്നെയല്ലേ, അന്നേരം പിന്നെ നമ്മുടെ ഭാഷയല്ലേ പോരുള്ളൂ. അത് മാത്രല്ല, നമ്മൾ നമ്മുടെ ഭാഷ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മളൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് തന്നെ ഒരു എന്നാ പറയാ, ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളതല്ലേ. തീർച്ചയായിട്ടും. ഇത് എന്റെ വീട് കോട്ടയത്ത് കഞ്ഞിക്കുഴിയും, അമ്മ ദേവലോകത്ത് അപ്പൻ. ഇയാളുടെ എവിടെയാടോ? ഞാനേ പരിപ്പില. പരിപ്പോ? അയ്യോ അങ്ങനെ പറയൂ, നമ്മൾ ഒരു നാട്ടുകാരിയാ. പരിപ്പ് എവിടാടോ? അത് ഇച്ചിരി ഉള്ളിലോട്ട് പോകണം, ഗ്രാമത്തില. ഇച്ചിരി കുഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല. ടൗണിൽ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, ഭയങ്കര അതിസുന്ദരമായ ഒരു സ്ഥലമാണ് പരിപ്പ്. അടുത്ത തവണ ഞാൻ കോട്ടയത്തിന് വരുമ്പോ വരട്ടെ. പോന്നു. ഇപ്പം ഈ സ്ഥലപ്പേര് തന്നെ ഒരു റിസംബ്ലൻസ് നമ്മുടെ അടുക്കളയായിട്ടുണ്ട്. എന്നതറിയോ? കഞ്ഞിക്കുഴിയും പരിപ്പും. നിങ്ങൾ കൂടുതലൊന്നും അതിനെ പറ്റിയത് ആലോചിക്കരുത്. പിന്നെ ഇതിനകത്തൊരു ആനീസ് കിച്ചണും ഉണ്ട്. അതുകൊണ്ട് മൊത്തം ഒരു കൺഫ്യൂഷൻ. ഇതൊക്കെ അറിഞ്ഞു വിളിച്ചത് തന്നെ അല്ലേ? ഇതൊക്കെ അറിഞ്ഞു വിളിച്ചതല്ലേ? അത് ഉറപ്പല്ലേ, 100%. അതിനകത്ത് ഒരു സംശയവും ഇല്ല. പിന്നെ ഒരുപാട് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നു എനിക്ക് വീണയുടെ ഫേസിൽ. ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര എനർജിയാണ്. എന്ന് കാണുന്നതെന്നും കുറച്ച് ഡബിൾ എഫക്റ്റ്. അതെന്നാടോ? അതെന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പൊടി കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്നാ കുഞ്ഞ? ആൺകുഞ്ഞ. പേരെന്നായിട്ട്? ധന്വിൻ. പറ. ധന്വിൻ. സാധാരണ അത് കോട്ടയംകാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ഈ പേര് പറയാൻ. അതാണ് അതിന്റെ ഒരു വിജയം. കോട്ടയംകാരികൾ മോശമല്ലെന്ന് ഇപ്പൊ വേറെ ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഞാൻ ചോദിക്കും, എന്നോട് ചോദിക്കൂ പേരെന്താന്ന് ചോദിക്കും, ധന്വിൻ. അപ്പൊ തിരിച്ച് ധൻവിൻ എന്നേ പറയൂ. അപ്പൊ ചോദിക്കൂ കുഞ്ഞിന്റെ പേരെന്നാ? ധന്വിൻ. ധൻവിൻ അല്ലല്ല, ധന്വിൻ. ധൻവിൻ അല്ലല്ല, ധന്വിൻ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അത് കോട്ടയത്തിന്റെ ഒരു മഹിമയാണ്. ഇപ്പൊ കണ്ടില്ലേ, മനസ്സിലായില്ലേ? ഇനി ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കോട്ടയത്തിനായിട്ടുള്ള ഒരു എപ്പിസോഡാണെന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യേക്കാം, ഈ എപ്പിസോഡ് നമ്മുടെ കോട്ടയംകാർ കൂടുതൽ കാണട്ടെ അല്ലേ? കോട്ടയംകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. സത്യം എന്നും പറഞ്ഞ് നമ്മുടെ മറ്റു പ്രേക്ഷകർ മോശമല്ല കേട്ടോ. കേരളീയരാണ്, ഇന്ത്യനാണ്, മലയാളിയാണ്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി. അതാ തീർച്ചയായിട്ടും. കാര്യം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സന്തോഷത്തിൽ അവരും പങ്കുചേരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. നമുക്ക് നാട്ടുവർത്താനൊക്കെ അവിടെ ഇരുന്ന് പറയാടോ, അപ്പൊ കുറച്ചുകൂടെ ഒരു എപ്പോഴാണ് തരുന്നത്? പോയില്ലേ, എല്ലാം പോയി. നടക്കൂ. അല്ല, കോട്ടയംകാർക്ക് ഭക്ഷണം താല്പര്യമുള്ള ആൾക്കാരാണ്. ഇപ്പൊ വേണ്ടല്ലോ അല്ലേ? ചോദിച്ചു, ശരിയാ. പക്ഷെ ഞാൻ തരാം കേട്ടോ. അങ്ങനെയാണല്ലേ, സമയമുണ്ടല്ലോ. പിന്നെ
ഒത്തിരി സമയമുണ്ട് നമുക്ക്. എന്നാന്ന് വെച്ചാൽ വർത്താനം പറഞ്ഞ് തീരാൻ തന്നെ നമുക്ക്, പ്രത്യേകിച്ച് വർത്താനം പറയുന്നവർക്ക് നേരം ഇല്ലടോ, അതറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര അല്ലേ? അത് കണ്ടാലേ പറയും അത് വേണ്ട അത് വേണ്ട. ഇപ്പൊ നമുക്ക് എന്നറിയോ, പ്രേക്ഷകരോട് നല്ലോണം വർത്താനം പറയണം. പിന്നെ മാത്രല്ല പ്രേക്ഷകർക്ക് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. പിന്നെ എന്താണെന്നറിയാവോ, എനിക്ക് വീണ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇവിടെ നമ്മളൊക്കെ ഏകദേശം തടിയിൽ കോൺഷ്യസ് അല്ലല്ലേ? അല്ലല്ലല്ല, പ്രോത്സാഹിപ്പിക്കൂ പ്ലീസ്. എന്റെ ഡയറ്റ് ചെയ്തിട്ട് ഞാൻ വണ്ണമൊന്നും കുറച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതുവരെ എന്റെ ലൈഫിൽ വണ്ണം കുറഞ്ഞിട്ടുമില്ല. അതിനായിട്ട് പരിശ്രമിച്ചില്ല. അല്ല, ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു ഈ എന്താ പറയുക, ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവരുടെ ഒരു 15-30 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് 10 കിലോ കുറച്ചു. വെരി ഗുഡ്. ഭയങ്കര രസമായിരുന്നു എന്നെ കാണാൻ. എനിക്ക് എന്നോട് നേരത്തെ എത്രയായിരുന്നു വീണ? കിലോ പറയില്ല, എനിക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അന്ന് ഞാനത് 72 73 ആയിരുന്നു സ്റ്റാർട്ടിങ്ങില്. അത് ഞാൻ മെലിഞ്ഞപ്പോ 60 സംതിങ് വന്നു. അത്രയും നല്ല ക്ഷീണിച്ചു, ഭയങ്കര മെലിഞ്ഞു. ഞാൻ എന്നെ വേറൊരാളെ പോലെ ആയി ഞാൻ, സത്യമായിട്ടും. എന്നുവെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അതിന്റെ ഡബിളായി. എന്താ വെച്ചാല് 83 വയസ്സ്. തമാശല്ലേ പറഞ്ഞത്, സീരിയസ് ആയിട്ട്. അപ്പൊ മെലിയരുത്. അതെ, പതുക്കെ പോകുന്ന അങ്ങ് പോട്ടെ. നമ്മൾ എന്നത്തിന് ചുമ്മാ പതുക്കെ പോകുന്ന ഫീൽഡിൽ നിന്ന് ഔട്ടായി പോട്ടെ. അയ്യോ, ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ക്ഷീണിക്കുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ ആവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബീങ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ തന്റെ ഇപ്പൊ വണ്ണം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് പോകുന്നുണ്ടോ? ആണോ? എനിക്ക് അത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാ, ഫൈനലിലാണ് വീണയ്ക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അതൊരു ഇഷ്യൂ വന്നു. ഈവൻ വെൽക്കം ടു സെൻട്രൽ ജയില് സിനിമയില് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആ ടീമിലുണ്ടായിരുന്ന അവരുടെ ഒരു സ്ക്രിപ്റ്റിലും എല്ലാത്തിലും ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഡയറക്ഷൻ സൈഡിലും ഒക്കെ. അതിനകത്ത് 1-2 പേര് പറഞ്ഞു, അതെ ആ കൊച്ചിന് ഭയങ്കര വണ്ണമാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായരമ്പലം പറഞ്ഞു, ഓ അത്രയ്ക്ക് വണ്ണമൊന്നുമില്ല, ഈ ക്യാരക്ടറിന് കുട്ടി ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അത് ഡേറ്റ് എല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ അറിയുന്നത് ഞാൻ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അത് കേട്ടപ്പോ അതോടുകൂടി അവർക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ അവര് ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് 5-ാം മാസം വരെ ഞാൻ അഭിനയിച്ചു. 5-ാം മാസത്തിലും വയറിയല്ലായിരുന്നോ അന്നേരം? വീണ്ടും വണ്ണം വെച്ചെന്നല്ലേ പറയുള്ളൂ. വണ്ണമുള്ളവർക്കൊരു ഗുണം അങ്ങനെയുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കിടപ്പുള്ളതുകൊണ്ട്. പക്ഷെ അവള് കൊണ്ട് വീണ്ടും കയറി തടി വെച്ചു. നമ്മള് ഗർഭിണിയാണെന്ന് ആരും പറഞ്ഞില്ല. സത്യം, അത് മറക്കാൻ ഒത്തു. 8-ാം മാസമായപ്പോഴാണ് വയറ് വെളി വന്നത്. 8-ല്. ഓക്കെ. അപ്പൊ ഈ അത് അതിന് 5-ാം മാസം ശേഷം പിന്നെ അഭിനയിച്ചില്ല? 6-ാം മാസം UK ട്രിപ്പ് പോയി. മിടിക്ക്. സാധാരണ ഗതിയിൽ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ പറയും, മോളെ നീ അത് അവല്ല ട്രാവൽ ചെയ്യല് അതായതാന്നൊക്കെ പറയും. ഇതെല്ലാം തെറ്റിച്ചേച്ച് കൊച്ചു UK വരെ പോയി. UK ട്രിപ്പിന് 7-ാം മാസത്തില് ഇവിടെ ട്രിപ്പിന് പോയത്, ഖത്തറിലോ ദുബായിലോ ട്രിപ്പിന് പോയി. 7-ാം മാസത്തിലോ? 7-ാം മാസത്തിൽ ഫ്ലൈറ്റ് കയറ്റിയല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ. വയറ് കാണും, എനിക്ക് വയറില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. വണ്ണമല്ലേ, വയറല്ലല്ലോ, വണ്ണമല്ലേ. നമ്മളെ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. എന്നിട്ടും ഹസ്ബൻഡിന്റെ അടുത്ത് അതിനിടയ്ക്ക് പോയിരുന്നു. അപ്പം തിരിച്ചു വന്ന സമയത്ത് ഞാൻ ലെറ്റർ ഓൾറെഡി കയ്യിൽ വെച്ചിരുന്നു. കാരണം ചിലപ്പോൾ ചോദിക്കുമെന്ന് പറഞ്ഞു. പണിയായി കഴിഞ്ഞാൽ തിരിച്ചിവിടെ നാട്ടിലെത്തണ്ടേ. പിന്നെ അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇങ്ങനെയുള്ള ഇതിലത് പറയാമെന്ന് എനിക്കറിയില്ല. പ്രസവ സമയത്ത് 5 മണിക്കൂറുണ്ടാണ് ഞാൻ പ്രസവിച്ചത്. പെയിൻ എനിക്ക് 5 മണിക്കൂർ എടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ എന്നാ പറയുന്നത്, ഇങ്ങനെ കുറ്റിച്ചൂല് കൊടുക്കുമെന്നൊക്കെ പറയുന്നത് അല്ലെ, നിറവയറോടുകൂടി തന്നെ അത് തൂക്കണം എന്നൊക്കെ എന്റെ അമ്മായിയമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മായിയമ്മ ഇതുവരെ എന്റെ ഒരു ചൂല് തന്നില്ല. നല്ല കാര്യം. അമ്മായിയമ്മയ്ക്ക് പേടിയുണ്ട് തിരിച്ചടിക്കുമെന്ന്. പോട്ടെ. വീണ, താൻ ചിരിക്കുമ്പോഴേ ശരിക്കും ഒരു ഖുഷ്ബു വന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഭയങ്കരമായിട്ട് എനിക്കങ്ങ് മേലെ. എല്ലാവരെയും കൂടെ ഞാൻ എന്ത് ചെയ്യും? ഇനി അതുകൂടെ ഉണ്ടായിരുന്നുള്ള ഒരു പേര് എനിക്ക് ആരുമായിട്ടാണ് റിസംബ്ലൻസ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഖുഷ്ബു വന്നോ? അപ്പൊ വണ്ണം വെച്ചോണ്ടാ ഖുഷ്ബു. ഇച്ചിരി മെലിഞ്ഞിരുന്ന സമയത്ത്, ഇത് ലാസ്റ്റ് കേൾക്കുമ്പോ ഞെട്ടും കേട്ടോണേ, ഇച്ചിരി മെലിഞ്ഞിരുന്ന സമയത്ത് കാവ്യമാധവനായിട്ട് എന്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഞാൻ ഇടയ്ക്ക് വണ്ണം ഇച്ചിരി കൂടി കുറഞ്ഞ മഞ്ജു ചേച്ചിയായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. മെലിഞ്ഞിരുന്ന സമയത്ത് ആണ് ചേച്ചിയായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു.
എനിക്ക് വയ്യൻ. അമ്മ സത്യം. ഏയ് വീണ, ഒരു കാര്യം ഞാൻ പറയട്ടെ, താൻ ഇങ്ങനെ വർത്താനം പറയുമ്പോഴില്ലേ ഓൾവേസ് താൻ പോസിറ്റീവ് ആയിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, എപ്പോഴും ഹ്യൂമർ വർക്ക് ചെയ്യാൻ തനിക്ക് തോന്നുന്നത്. ബേസിക് ക്യാരക്ടർ താൻ ഇങ്ങനെയാണോ? ഞാൻ മുത്ത സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാ. ചിലപ്പോ അത് കോട്ടയംകാരികൾക്ക് ഉള്ളതല്ലതാ. എപ്പോഴും ഇങ്ങനെ എൻ്റെ വീട്ടില് അമ്മ സംസാരിക്കും, അച്ഛനും ഒക്കെ അത്യാവശ്യം അമ്മ അത്രയും സംസാരിക്കില്ല, അച്ഛൻ നന്നായി സംസാരിക്കും, ബ്രദർ അധികം സംസാരിക്കില്ല. ഞാനാണ് വീട്ടിലെ റേഡിയോ നന്നായിട്ട്. അമ്മ ഒരുപാട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നു വീണ നീ ഒന്ന് നിർത്തും, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു കേട്ടിട്ടെന്ന്. സത്യമായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചിറ്റ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് മോള് നന്നായില്ല. എന്നെ ചെയ്യാൻ പറ്റിയോ? കോട്ടയംകാരായി പോയില്ലേ. കോട്ടയംകാര് നന്നാവുന്ന ആൾക്കാരല്ലേ? കോട്ടയംകാർ നന്നായി സംസാരിക്കുന്നവരാണ്. കോട്ടയംകാരെ തൃശ്ശൂർ ഭാഷയൊക്കെ പറയുന്ന കേൾക്കാൻ നല്ല രസാണ്. ഇയാളൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്തില്ലേ, അതൊന്ന് പറഞ്ഞേ. ചന്ദ്രേട്ടൻ ഇവിടെയല്ലാണ് അതിനകത്ത് ഇങ്ങനെ പശുവിനെ കറന്നാൽ പശു പീഡനത്തിന് കേസ് കൊടുക്കും എന്നാണ് എൻ്റെ ഡയലോഗ്. അത് എനിക്ക് അങ്ങനെ അത് ശരിക്കും ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണല്ലോ സ്ക്രിപ്റ്റിൽ, ഇങ്ങനെ പശുവിനെ കറന്നാൽ പശു പീഡനത്തിന് കേസ് കൊടുക്കൂട്ട, ഇതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചു ഇങ്ങനെ, ഞാൻ പല രീതിയിൽ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു ടേക്കായപ്പം ജനേട്ടാ ഇങ്ങനെ പശുവിനെ കറന്നാല് പശു പീഡനത്തിന് കേസ് കൊടുക്കൂട്ടോ. എന്ത് ജനേട്ടാ ഇത് ഇങ്ങനെ? ഇതാണ് എന്നെ കൊണ്ട് മാക്സിമം പറയാവുന്ന തൃശ്ശൂർ ഭാഷ. പക്ഷെ ഇത് തൃശ്ശൂർകാർ പറയുമ്പം നല്ല ലാളിത്യമായിരിക്കും കേൾക്കാൻ. അപ്പൊ ഞാൻ പറയുന്നോണ്ടാണ് ഇതൊരു ഭംഗിയായിട്ട് തോന്നാത്ത. പിന്നെ എൻ്റെ സൗണ്ടും നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ ഇത് പറഞ്ഞാൽ കുറെ കൂടെ രസമായിരിക്കും കേൾക്കാൻ. നല്ല സൗണ്ടാ. തന്നോട് വരെ പറഞ്ഞു നല്ല സൗണ്ട് അങ്ങനത്തെ കൊള്ളുകയല്ലാന്ന്. അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഫോണിൽ കൂടെ ആരെങ്കിലും വിളിച്ചിട്ടേ എന്നതെങ്കിലും തെറ്റിദ്ധാരണകൾ വല്ലതും ഉണ്ടായിട്ടുണ്ട്? ഫോണിൽ കൂടെ വിളിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായോണ്ടാ ഇപ്പൊ ഒരു കൊച്ചുണ്ടായത്. നല്ല കൗണ്ടാന്നൊക്കെ ആ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞേ ഞങ്ങളെന്തോ കേക്കട്ടെ. കുവൈറ്റ് FM-ലായിരുന്നു എന്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന്റെ പേര് സ്വാതി സുരേഷ് ഭൈമി. ഏട്ടൻ ഭൈമി. അപ്പോൾ ഏട്ടൻ അന്ന് കുവൈറ്റ് FM-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് സെലിബ്രിറ്റി RJ ആയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി അവരുടെ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാ ഒരു കോള്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഒരു സ്കൂൾ കലോത്സവം മുതൽ അറിയാം. ഏട്ടൻ 5 വർഷം കോട്ടയം ജില്ലയുടെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ട് കലോത്സവത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അന്ന് വലിയ സംഭവം. അപ്പോൾ എന്നെ നോക്കാനാണ് സുന്ദരിമാരായ ഒരുപാട് തരുണിമണികളുടെ നടുക്ക് ഒരു കലാപ്രതിഭ എന്ന് പറയുമ്പോഴത്തേക്കിനും അന്ന് പ്രദീപ് സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് ഞാനും ഏട്ടനും, RLV പ്രദീപ് കുമാറിൻ്റെ. അപ്പോൾ ഏട്ടനെ ഞാൻ അവിടെ ഇതിലൊക്കെ വെച്ച് കാണാറുണ്ട്, പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു എന്നെ. കാര്യം ഞാൻ പറഞ്ഞല്ലോ സുന്ദരിമാരായ ഒരുപാട് പേരുണ്ട്, മീരാകൃഷ്ണൻ, മീര ചേച്ചി, അഞ്ജലി കൃഷ്ണ, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉള്ള സമയമാണ്. അപ്പോൾ അന്ന് ഞാൻ നോട്ടിട്ടിട്ട് അതങ്ങ് പോയി. കലോത്സവം എല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എന്തെന്ന് കണ്ടില്ല, എവിടെയോ പോയി, ഞാനും വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട് ലൈക്ക് ചെയ്തിരിക്കുന്നു ഫോട്ടോ, സൗപർണിക. ഞാൻ ഉടനെ അവളെ വിളിച്ചു, എടി നീ ഇപ്പോൾ ലൈക്ക് ചെയ്തിരിക്കുന്ന ആ പയ്യൻ പണ്ട് കലാപ്രതിഭയ്ക്കായിരുന്ന അതിനെങ്ങനെ നിനക്കറിയാം? അതായിരുന്നു എൻ്റെ ടെൻഷൻ ആദ്യം. എങ്ങനെ നിനക്കറിയാം? എടി അത് നമ്മുടെ താരോത്സവത്തിൽ നീ പോയ ഗ്യാപ്പിൽ വന്നിരിക്കുന്നത് ഈ പുള്ളിയാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വിഷമായി പോയി. തീർച്ചയായിട്ടും ഞാൻ അപ്പോഴറിയുന്നത് ഞാൻ പോയ ഗ്യാപ്പിൽ വന്ന ആള് ഏട്ടനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു വെച്ചേക്കുക. അപ്പം എന്നെ FM-ന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്വാതി സുരേഷ് ഭൈമി എന്ന് പറഞ്ഞ RJ കയറുന്നുണ്ട്, അവരായിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം, ഇപ്പോൾ വിളിക്കും. ഹലോ, ഞാൻ FM-ന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, മനു ചന്ദ്രശേഖർ. സ്വാതി സുരേഷ് ഭൈമി അല്ലേന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഹലോ, നിങ്ങൾ സ്വാതി സുരേഷ് ഭൈമി അല്ലേ? ശബ്ദത്തിന് ഇത്ര ഗാംഭീര്യം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ചുമ്മാ കിടക്കട്ടെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് നല്ല കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആട്ടോ നല്ലതെന്ന്. ഇതാരപ്പം എൻ്റെ പേരൊക്കെ ഇങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് വെച്ച്. പിന്നെ ഇപ്പം സംസാരിച്ചു. എനിക്ക് പിന്നെ അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെയും കൂടെ ഗുണം കൊണ്ടായിരിക്കും പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. അതിനുശേഷം ഏട്ടനായിട്ട് കോണ്ടാക്ട്സ് ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും, ഫോൺ വിളിക്കും. എൻ്റെ ഫോണിൻ്റെ ബാലൻസ് തീർന്നാൽ ഏട്ടൻ രാത്രി ചാർജ് ചെയ്യുന്നു, എൻ്റെ ബാലൻസ് തീർന്നല്ല ഏട്ടൻ്റെ തീർന്നാൽ ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പ്രണയമല്ല, ഭയങ്കര കമ്പനി, ആളിയ കമ്പനി, ഭയങ്കര കമ്പനിയായി. അപ്പം ഏട്ടൻ്റെ വിചാരം എന്താ, ഈ FM-ൽ എങ്ങനെയെങ്കിലും കയറി കൂടാൻ വേണ്ടി ഞാൻ
വളയ്ക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. പക്ഷെ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഏട്ടാ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ അളിയ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ അളിയനെ വർഷങ്ങൾക്ക് മുന്നേ മുതൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അതൊക്കെ കേട്ടപ്പോൾ അളിയൻ്റെ മനസ്സിൽ ആദ്യമായിട്ടാണ് അളിയനോട് അങ്ങനെ ഒരാൾ പറയുന്നത്. അപ്പൊ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കുന്ന 2011 നവംബർ 9 ഞങ്ങൾ കാണുന്നത് 2012 ജനുവരി 13 കുമരകത്ത് വെച്ച് ആദ്യമായിട്ട് കാണാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ, ആദ്യം കാണുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അറിയാതെ ഇട്ടിട്ട് വരുന്നു. ഭയങ്കര. അപ്പൊ പറഞ്ഞു നമ്മള് തമ്മിൽ എന്തൊരു മനപ്പുറത്ത. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൂട്ടുകാരി ഈ സൗവർണയ്ക്ക് തന്നെ ഞാൻ ആലോചിക്കുക, അത് ചുമ്മാ നമ്പര്. അതെ, എന്റെ ഫ്രണ്ടിന് അളിയനെ പോലെ ഒരാളെന്നല്ല. അപ്പൊ ഉടനെ ഏട്ടൻ തിരിച്ചു പറയാ, അതെ ആളിയും മതി എനിക്ക്, ആളിയനും അളിയനും ഞാൻ നല്ല മാച്ച് ആയിരിക്കും എന്ന് ഏട്ടൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള. അതായത് വീണ ഇനി ആർക്ക് വേണ്ടി ആലോചിക്കണ്ട, തനിക്ക് വേണ്ടി ആന്നേലും നോക്കിയാ മതി. അതായത് വെച്ചാൽ അതല്ല, അപ്പൊ എനിക്ക് വീട്ടില് ആ സമയത്ത് ഇങ്ങനെ ചെറിയ ആലോചനകളൊക്കെ നടക്കുന്ന സമയം. ഇപ്പഴേ നോക്കി വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് കെട്ടിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഉത്തരം പറഞ്ഞപ്പോ എന്നായിരുന്നു വീണയുടെ മനസ്സിൽ? ലഡു പൊട്ടിയില്ലേ, നമ്മള് കേൾക്കാൻ ആഗ്രഹിച്ച സംഭവം തന്നെ മേടിച്ചു. അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഏട്ടനും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് പരസ്പരം അറിയാം. പരിചയപ്പെട്ട സമയം മുതൽ ഒരു 1.5 മാസം ആയില്ലോ. പക്ഷെ പറയാനൊരു മടി, കാരണം ഫ്രണ്ട്ഷിപ്പ് എങ്കിലും അല്ല വിട്ടുപോവോ. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ ഇട്ട്, ഇങ്ങനെ ഒരു നമ്പർ തിരിച്ചു ഒരു നമ്പർ ഇട്ടു, അങ്ങനെ സെറ്റായി. പക്ഷെ ഞങ്ങൾ ഒറ്റ കണ്ടീഷൻ വെച്ചു, 2 പേരുടെയും ജാതകം ചേരണം. കാരണം ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഏട്ടൻ്റെ ഫാമിലി ഏട്ടനൊക്കെ വിശ്വാസമുള്ളവരാണ്. അപ്പം ജാതകം ചേരണം, അതൊരു പ്രശ്നം. അപ്പം ഞാൻ വീട്ടിൽ ചെന്നു. അപ്പം അമ്മയ്ക്ക് ഓൾറെഡി അറിയാം, അമ്മയ്ക്ക് ഡൗട്ടും ഉണ്ട്. അമ്മയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനം അപ്പോഴേ പിടിക്കും. അമ്മ നീ അവനെ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം, രാത്രിയിലൊക്കെ സ്കൈപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്, റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അമ്മേ നല്ല കമ്പനിയാണ് അമ്മയെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുമായിട്ട് കൂട്ടാന്ന് പറഞ്ഞിട്ട് നീ അവൻ്റെ കൂടെ പോരുത്, മിണ്ടരുത്, അങ്ങനെയൊന്നും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും. അപ്പം അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ കാണുന്നതും ഞങ്ങൾ ആ 2-3 വട്ടം പിന്നെ കണ്ടു. പിന്നെ ജാതകം നോക്കിയപ്പം എനിക്ക് എന്താ പാപമുണ്ട് ജാതകത്തിൽ, ഏട്ടനും പാപമുണ്ട്. ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു അത്. അപ്പം പാപമുള്ള ദൈവം മുന്നേ വരച്ചു വെച്ചേ. അപ്പൊ ആയിരിക്കാം ഭഗവാനെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പത്തേക്കിനും ഞങ്ങൾ 2 പേരും പിന്നെ അങ്ങനെ കല്യാണമൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു. 2012 ഡിസംബറിൽ എൻഗേജ്മെന്റ് നടന്നു. 2014 ജൂൺ 21 കല്യാണം നടന്നു. ഇപ്പൊ 2016 നവംബർ 11 ആയപ്പോ ഒരു കുഞ്ഞാവ ഉണ്ടായി. കോട്ടയക്കാര് പറയുമ്പോ ചിലപ്പം ധന്വിൻ ഒക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. താൻ കുറെ നേരായിട്ട് തന്റെ വോയിസ് ബേസ് വോയിസ് ആണ്, അതായത് എന്റെ വോയിസ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തോണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ വോയിസിന് ഒരു കുഴപ്പമില്ല. താൻ പാട്ട് പാടില്ലേ? കുഴപ്പമില്ലാതെ അതും പാടും, ഒന്നിനും കുഴപ്പമില്ല. ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, എന്റെ ചെവിക്ക് കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ പാടുന്നത്, എൻ്റെ അമ്മയ്ക്ക്, സുമയമ്മയ്ക്ക്, അമ്മായിയമ്മയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും നിന്റെ മധുരയ്ക്കും പാട്ടൊട്ടും പാടിയില്ലേ, മധുരയ്ക്കും പാട്ടൊട്ടും പാടിയില്ലേ. കുഴപ്പമുള്ളൂ, അസലായിരിക്കുന്നില്ലേ. പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ, താൻ എന്തിനാ കണ്ണടച്ച് പാടിയ? എനിക്കത് ഇഷ്ടമാണ് കണ്ണടച്ച് പാടാൻ. അല്ലെങ്കിൽ കണ്ണു തുറന്ന് പാടിയോ എനിക്ക് നാണം വരും. എനിക്കങ്ങ് മേല. ചുമ്മാ കണ്ണു തുറന്ന് പാടിയാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് ചിരി വരും. അവിടെ ക്യാമറയുടെ ബാക്കിയൊക്കെ ചേട്ടന്മാരൊക്കെ നോക്കി ചിലപ്പോൾ എനിക്ക് ചിരി വരും. അപ്പൊ കണ്ണടയ്ക്കുവാണെങ്കിൽ അതിന്റെ തൊഴിലല്ലേ. മറ്റേന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പാട്ട് എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് നന്നായി പാടും. എന്റെ ഹസ്ബൻഡ് അത് ചോദിക്കട്ടെ, പുള്ളി നല്ല സകലകലാ വല്ലഭനല്ലേ? അന്നേരം പുള്ളിയുടെ മുന്നേ വെച്ച് എന്നെ ഒരു പാടി സ്റ്റാർ ഹണ്ടിലെ വിന്നറായിരുന്നു പുള്ളി. നന്നായി പാടും.
അസലായിട്ട് പാടും. അന്നേരം വീണ പാടുമ്പോ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പാടുമ്പം ഏട്ടൻ എനിക്ക് പറഞ്ഞു തരും, നന്നായി പഠിപ്പിച്ചു തരാനും പറയാം. എടി അത് ഇങ്ങനെ പാട്ടിൻ്റെ അത് ഇച്ചിരി മറ്റേ റിഗമ സനിത എന്നൊക്കെ പറഞ്ഞ സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ നീ പാടി നോക്ക്, നിനക്ക് പറ്റും അങ്ങനെ പറഞ്ഞ ഓരോ. ഇപ്പോൾ ഒരു പുതിയ സഖാവിലെ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് കുഞ്ഞിന് ആ പാട്ട് ഭയങ്കര ഇഷ്ടം. എത്ര കരച്ചിലാണെങ്കിലും അത് വെച്ച് കൊടുത്താൽ അപ്പം സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോ എന്നാന്നേ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. സഖാവിന്റെ ഡയറക്ടർ ഉള്ളൊരു പ്രശാന്ത് പിള്ളയാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അവര് കണ്ടിട്ട് എന്നെ ചീത്ത ഇല്ലെന്നേ, ചിലപ്പോ അടുത്ത ചാൻസ് വരുമായിരിക്കും. അങ്ങനെ പറയല്ലേ, ഇല്ല ഇത് ഞാൻ കണ്ണു തുറന്നു പാടും. ഇത് നല്ല ഇച്ചിരി രസമുള്ള പാട്ടാ. മ്യൂസിക് കൂടെ അതിന്റെ അതുകൂടെ ഉണ്ടല്ലോ രസമുള്ള. ശരിക്കും ചുമ്മാ ഇത് പാടാൻ വലിയ ഭംഗിയൊന്നും കാണില്ല. മധു മധു മധുമതിയേ നിന്നെ കാണാൻ എന്തു രസം, മധു മധു മധുമതിയേ നിന്നെ കാണാൻ എന്തു രസം, ആരംഭമേ ആനന്ദവും അനുരാഗമാ മധു മധു. നല്ല രസമല്ലേ? അതൊരു കുഞ്ഞു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചുകൊടുത്താൽ ഇപ്പൊ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെ വീട്ടിലാണെങ്കിലും ഭയങ്കര കരച്ചിലാണെങ്കിൽ ഇപ്പൊ ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്താണ് ഈ പാട്ടൊന്ന് ഓൺ ചെയ്ത് വെച്ചാല് പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തിയേച്ച് കൊച്ചിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവേ. ഭയങ്കര ഇഷ്ടമാണ്. അത് കൊള്ളാം. എടോ തനിക്ക് എങ്ങാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് വിളിക്കുവാന്നേല്, അയ്യോ വേണ്ട വീണ പ്ലീസ്, ഞാൻ വരുന്നോ? ഇല്ല ഞാൻ ഇല്ല അക്സെപ്റ്റ് ചെയ്യും ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കണ്ണേട്ടൻ നല്ലൊരു പാട്ടുകാരനാണെന്നാണ്. അപ്പം എനിക്കും അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടൻ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞ തനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഈ വോയിസ് ഒരു വെറൈറ്റി വോയിസ് അല്ലടോ. അന്നേരം പിന്നെ ഈ പറഞ്ഞ കൂട്ട് വന്നൂടുന്നില്ലല്ലോ. വന്നാ പിന്നെ പാടിയാൽ എന്നാ കുഴപ്പം? എന്നാ കുഴപ്പമൊന്നേ, ഞാനങ്ങ് ഒരു പാട്ട് വെച്ച് കൊടുക്കും. എന്തായാലും അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്ട്സ് ഏതൊക്കെ? പുതിയത് ഒരെണ്ണം പോലീസ് ജൂനിയർ എന്ന് പറഞ്ഞ സുരേഷ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഡയറക്ടറിന്റെ അവരുടെ ഒരു പടം ഞാനിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഡബ്ബിങ് ചെയ്യേണ്ട നടക്കുന്നു. അതിനകത്ത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ, ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു അമ്മയുടെ ക്യാരക്ടർ. അതിനകത്തൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മെയിൻ ക്യാരക്ടർ. ഇപ്പോഴത്തെ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഭവം, സ്കൂളിലെ ഇഷ്യൂസ് അതൊക്കെ വെച്ചിട്ട് ഒരു സംഭവമാണ്. പിന്നെ പുതിയതായിട്ട് ഇപ്പം ഞാൻ വീണ്ടും മിനി സ്ക്രീനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറേ കൂടെ ഞാൻ കംഫർട്ടബിൾ, ഞാൻ അങ്ങോട്ടേക്ക് പോകണു, ഏട്ടൻ്റെ അടുത്തേക്ക് പോവുക. അപ്പം പോയി വന്ന് 15 ദിവസം ഏട്ടൻ്റെ അടുത്ത് നിന്ന്, ഏട്ടൻ ഇപ്പോൾ ദുബായിലാണ്, അവിടെ FM-ൽ RJ ആണ്. അപ്പോൾ ആ ഏട്ടൻ്റെ അടുത്തൊരു 15 ദിവസം നിൽക്കുക, 10 ദിവസം ഇവിടെ വന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അതാകുമ്പം കുഞ്ഞിനെയും ഏട്ടനും കാണാം, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം, ഫീൽഡ് വിടുകയും വേണ്ട. ഞാനിപ്പോൾ ഫീൽഡ് വിട്ട് ഞാൻ അവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്ത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നീ നിൽക്കണ്ട, നീ അഭിനയിച്ചാൽ മതി. കാര്യം എന്ന് വെച്ചാൽ നീ ഒരു 4 വർഷം കഴിയുമ്പോൾ നീ എന്നോട് പറയും ഏട്ടൻ എന്ന് എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിന്ന്. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഫ്രസ്ട്രേഷൻ വരും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ റിഗ്രറ്റ് വരണ്ട. അപ്പോൾ ഒരു 2-3 വർഷം നീ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നൊരു ഡാൻസ് സ്കൂളോ നിനക്ക് ഇഷ്ടമുള്ള എനിക്ക് കുക്കിംഗ് വലിയ കുഴപ്പമില്ലാത്ത സംഭാഷണം. എനിക്കിങ്ങനെ കറക്റ്റ് അളവൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നു കഴിയുമ്പം അത് താൻ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചപ്പോഴേ ഉണ്ടായ എന്ത് വീണ് തന്റെ ഫേസ് മാറുന്ന ആ ഒരു അനുഭവം എന്ന് പറഞ്ഞൊരു ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ നമ്മളുടെ ചെറുപ്പത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റുമേ. ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. അത് ഓർമ്മയുള്ള ഒരെണ്ണം പറയാം. ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാമ്പാറാണ്. ആദ്യമായിട്ട് അത് എനിക്കൊന്ന് 8-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്, 8-ലോ 9-ലോ ആ ഒരു സമയത്താണ്. അപ്പോൾ അമ്മയാ വീട്ടിൽ എല്ലാം ചെയ്യുന്നത്. ഞാനങ്ങനെ കയറാറുമില്ല, പറഞ്ഞാൽ തന്നെ മടിയോ എല്ലാം ചെയ്യാൻ. അപ്പോൾ എൻ്റെ ചിറ്റപ്പൻ അന്ന് പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒരു സാമ്പാർ കഥ. എന്നിട്ട് ചിറ്റപ്പൻ മിലിറ്ററിന്ന് NCC പിള്ളേരെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് വന്നേക്കുവാ വീട്ടിൽ. അപ്പം നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരും. അമ്മയ്ക്കാണെങ്കിൽ നടുവെട്ടിലായിട്ട് കിടക്കും. അമ്മ പറഞ്ഞു എന്തു ചെയ്യും, ഒരു കാര്യം ചെയ്യും, നീ തൈരുണ്ട് അത് കൊടുത്ത് നീ ഒരു പപ്പടവും കാച്ച്, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സാമ്പാർ ഉണ്ടാക്കാം, അമ്മ ഉണ്ടാക്കുന്ന ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി കാണിക്കാം അമ്മയെന്ന് പറഞ്ഞു. എന്നാൽ ശരി മക്കൾ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അമ്മ വിചാരിച്ചു എൻ്റെ മോള് നന്നായി ഉണ്ടാക്കും എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഞാനപ്പോൾ എടുത്തു എല്ലാം ഉണ്ടാക്കി, സംഭവങ്ങളെല്ലാം പരിപ്പിട്ടു. പരിപ്പ് ഞാൻ ആദ്യം കുറച്ചിട്ടപ്പോഴത്തേക്കിനും
തിളച്ചൊരു വരുന്നില്ല. മറ്റേ അമ്മയൊക്കെ എടുക്കുമ്പോൾ കോരുമ്പോൾ ഇങ്ങനെ കിട്ടില്ലേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചെറുതായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. വീണ്ടും ഇട്ടു, ചെറുതായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, വീണ്ടും ഇട്ടു. അങ്ങനെ ഒരു നമ്മൾ ഹോർലിക്സിന്റെ ഒക്കെ കുപ്പിക്കകത്താണല്ലോ ഇത് വെക്കുന്നത്, അതിന്റെ പകുതിയോളം ഉണ്ടായിരുന്നു, ആ പകുതിയും ഞാൻ ഇട്ടു അതിനകത്ത്. അപ്പം തവിക്കകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നിറച്ച് വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞിട്ടിട്ട് അടച്ച്. അപ്പം അമ്മ ഈ എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടു. മുളക് പൊടി കളർ വരുന്നിടം വരെ ഇട്ടു, അതാണല്ലോ സാമ്പാറിന്റെ കളർ വരണ്ടേ. അപ്പം മുളക് പൊടി നല്ല കളർ, സാമ്പാറിന്റെ കളർ വരുന്നിടം വരെ അതും ഇട്ടു, മുരിങ്ങക്കോലും ഇട്ടു, എല്ലാം ഇട്ടു. അങ്ങനെ കുക്കർ വെച്ചു. അമ്മയോട് ചോദിച്ചു, അമ്മ എത്ര വിസിലടിക്കണം? അമ്മ ഉടനെ പറഞ്ഞു, എടി എല്ലാം ഇട്ടു. അമ്മ എല്ലാം ഇട്ടു. അപ്പം ശരി, ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞു, ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട എന്ന് പറഞ്ഞു. ശരി അമ്മ എന്ന് പറഞ്ഞു. 3 വിസിലായപ്പോഴേ നിർത്തി. അടിപൊളി, തീർന്നു. ഇനി എന്നാ കടുക് പൊട്ടിച്ചൂടെ ഇട്ടാൽ മതി. തുറന്നു, കടുക് പൊട്ടിച്ചു, ഇട്ടു. അപ്പൊ കടുക് പൊട്ടിയപ്പോൾ ആ പൊട്ടൽ ഭയങ്കരമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ഓട്ടാ ഓടിയത്. വെള്ളം ഉണ്ടായിരുന്നു ചട്ടിയിൽ, അത് ഓർക്കാതെ എണ്ണ ഒഴിച്ചു. എന്റെ കയ്യിലപ്പോ വെള്ളവാ, ആ വെള്ളത്തോട് കൂടി ആ കടുക് ഇട്ടത് പൊട്ടപ്പൊട്ടയെന്ന് പൊട്ടി അവിടെ ഇവിടെയൊക്കെ വന്നു. പക്ഷെ അതൊന്നും പ്രശ്നമല്ല, കാര്യം ഞാൻ ഭയങ്കര കുക്കാണല്ലോ. അമ്മയുടെ മുന്നിൽ ഭയങ്കര ചിറ്റപ്പൻ എത്താറായി. ഇപ്പൊ ചിറ്റപ്പൻ അതിന് ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഓടി വന്നിട്ട്, അമ്മ ചിറ്റപ്പൻ എത്ര മണിക്ക് വരുന്നത്? 1 മണി. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ തൈര്, അപ്പൊ ഇത് സാമ്പാർ റെഡി കേട്ടോ, സാമ്പാറെല്ലാം റെഡിയാക്കി വെച്ചു. സാമ്പാർ റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, എരിവുണ്ട്. അതാണ് നോക്കുന്നത്, എരിവുണ്ട്. സാമ്പാറിന് ടേസ്റ്റ് ഒന്നും അപ്പോൾ ഒന്നും വലിയ അങ്ങനെ പറയാൻ അറിയാമേല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ തൈരുമുളകില്ലേ, അമ്മ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അപ്പം തൈരിനകത്തേക്ക് ഞാൻ ഈ തൈരുമുളക് ഇട്ട് ഇങ്ങനെ അടിച്ചു. അപ്പം അതൊരു നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിന് നല്ല ടേസ്റ്റ്. പപ്പടവും കാച്ചി റെഡി. ചുറ്റപ്പം വന്നപ്പം ചോറ് വെച്ചു. ചോറ് വാർത്തു ഞാൻ തന്നെ. കുറേ കഷ്ടപ്പെട്ട് മറ്റേ 2-3 തുണിയൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ വാർക്കല്ലേ, എല്ലാം വെള്ളമൊക്കെ പോയെങ്കിലും വാർത്തു ഞാൻ. എന്നിട്ട് സമയമായപ്പോൾ ചിറ്റപ്പൻ റെഡിയാ. ഇന്ന് മോളാണോ ഇതെല്ലാം ചെയ്തേ? വാ വെള്ളം എടുത്തിട്ട് വാ. ചിറ്റപ്പ കിട്ടില്ലല്ലോ കേട്ടോ, കഴിച്ചു എന്ന് പറഞ്ഞു. ചിറ്റപ്പൻ കഴിച്ചു. ചിറ്റപ്പൻ ആദ്യം ഒരു വാ വെച്ചു, കഴിച്ചു. രണ്ടാമത് വാ വെച്ചു. അപ്പം സാമ്പാറിൻ്റെ അധികം കൂട്ടാത്ത കഴിച്ചേ ചിറ്റപ്പ. ചിറ്റപ്പൻ മിണ്ടുന്നില്ല, കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, മതി മക്കളെ ഞാൻ, പക്ഷെ ഇത് നന്നായിട്ടുണ്ട്, തൈരും ഇത് നന്നായിട്ടുണ്ട്, ഇല്ല പറയുന്നില്ല, ഇത് നന്നായിട്ടുണ്ട്, ഇത് ചിറ്റപ്പം കൂടി കഴിച്ചോളാം. ശരി ചിറ്റപ്പം കൂടി. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, സുരേഷ് എങ്ങനെയുണ്ട് സാമ്പാർ? കുഴപ്പമില്ലല്ലേ ചേച്ചി, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. ചിറ്റപ്പന് തിരിച്ചു പോകണം. ചിറ്റപ്പൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് അടുത്ത അമ്മയുടെ കൂടെ ഞാനും ചോറുണ്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്മ വന്നിട്ട് സാമ്പാർ അടിച്ച്, എന്തുവാടി ഇതിനകത്ത് ഇട്ടേക്കുന്നേ? പരിപ്പ്. ഇതെന്തുവാടി നീ ഇട്ടേക്കുന്നേ? എന്നാ പരിപ്പായിട്ടേക്കുന്നേ? എന്താ കുഴപ്പം നോക്കിയാ, പരിപ്പല്ലേ കിടക്കുന്നേ? ഇവിടെ ഇത് ഉഴുന്നാടി, ഉഴുന്ന്. അരക്കുപ്പി ഉഴുന്നാണ് ഞാൻ അത് തകർത്തത്. അതാണ് ഞാൻ ആദ്യം നോക്കിയിട്ട്, ചെറുതല്ലേ, മറ്റേ പോലെ വലുതായി വരുന്നില്ല. പരിപ്പെന്ന് വെച്ചിട്ട് വലുതാവില്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് ഉഴുന്നാടി. എന്നിട്ട് സുരേഷ് എന്തിയെ? സുരേഷ് എന്തിയെ? ചിറ്റപ്പൻ ഇഷ്ടപ്പെടല്ലോ, ചിറ്റപ്പൻ കഴിച്ചിട്ട് പോയല്ലോ. പാവം ചിറ്റപ്പനെ ഞാനത് മുഴുവൻ കഴിപ്പിച്ച്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എപ്പോഴും എൻ്റെ സാമ്പാർ എനിക്ക് ഭയങ്കര സംഭവമാണ്. എന്നിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, അതോ ആ ടിന്നിലുണ്ടായിരുന്ന ഉഴുന്ന് മുഴുവൻ ഇട്ടു. അതാണ് അതിന്റെ കോമഡി. അത് ഇച്ചിരി അമ്മ പറഞ്ഞു, ഇത് ഇച്ചിരി വല്ലതും ഇട്ടിരുന്നെങ്കിൽ ഓക്കെ. എന്നാ ചെയ്യുന്ന ആളെ ഇടലിക്ക് എന്നത് അരക്കുപ്പിന്നിട്ട്. അതാണ് എൻ്റെ ആദ്യത്തെ. അല്ല ചിറ്റപ്പൻ വന്നു, അല്ല വൈകിട്ട് വീട്ടിലോ വരുന്ന വന്നിട്ട് പറയാ, എന്റെ ലേച്ചി പറയാൻ പറ്റുമോ, അവക്കങ്ങ് വിഷമായി. എന്നാലും സുരേഷ് ഇതൊക്കെ കഴിക്കാവോ സുരേഷ്? സത്യമായിട്ട് അതായിരുന്നു എൻ്റെ സാമ്പാർ. പക്ഷെ ഇപ്പം എൻ്റെ കണ്ണേട്ടനോട് ചോദിക്കണം, എൻ്റെ അമ്മയോട് ചോദിച്ചാലും പറയും ഞാൻ നല്ല ഏറ്റവും നന്നായിട്ട് വെക്കുന്നത് സാമ്പാറാണ്. ഇപ്പൊ എങ്ങനെ വെക്കുന്നത്? ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വെക്കുന്നത്. ഇപ്പൊ പരിപ്പ് തന്നെ ഇടുന്നത്. അല്ല നന്നായി, ഞാൻ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ വല്ല വൃത്തിക്ക് വെക്കും സാമ്പാർ. സത്യമായിട്ട് വെക്കും. ഇനി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ ബന്ധുക്കളൊക്കെ സാമ്പാർ കഴിക്കാതെ പോയാലാ. ഞാൻ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കി വരുമ്പോ ശരിയാവും. ഇതും നല്ലതായിരുന്നു. ഉഴുന്ന് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി എരിവും. എനിക്ക് പണ്ടേ എരിവ് ഇഷ്ടമായിരുന്നുണ്ട്. എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്മയ്ക്ക്, അല്ല അമ്മ അതുകൊണ്ട് അതേപോലെ കമത്തുക ചെയ്ത് കളയുക ചെയ്ത്.
പാത്രം അതുപോലെ തന്നെ കൊണ്ട് കളഞ്ഞു. കാരണം വേറെ ആർക്കും കൊടുക്കാൻ കൊടുത്തില്ല, അച്ഛന് കൊടുക്കാൻ കൊടുത്തില്ല, ഏട്ടന് കൊടുക്കാൻ കൊടുത്തില്ല. രണ്ടുപേർക്കും പോലും അസുഖം വന്നാലോ എന്ന് പേടി. ഇല്ല, ചിറ്റപ്പന് ഭയങ്കര വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഉഴുന്ന് തിന്നേ കുറെ. എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ റിയാക്ഷൻ. ഉഴുന്ന് സാമ്പാർ ഉണ്ടാക്കിയ വീണയ്ക്ക് ഇന്ന് നമ്മുടെ വകയായിട്ട് ഈ ഓമനപ്പത്തിരി കൊടുക്കാം. എന്നിട്ട് വീണ എന്നാ പറയുന്നത് നോക്കാം. ഇതൊന്ന് കഴിച്ചു. എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന ടോമലത്തും തോന്നുന്നുണ്ടോ? പിന്നെ ഭയങ്കരമായിട്ട് എന്താണോ തനിക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടോ, തനിക്ക് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര നല്ല കേട്ടോ. ഇപ്പം വീണയെ പറ്റി ബേസിക്കലി എനിക്കറിയാം, വീണ ഭയങ്കര എപ്പോഴും ജോളി ടൈപ്പാന്നുള്ളത്. അതായത് എപ്പോഴും സീരിയസ് ആവാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതായത് ആരെ കണ്ടാലും ചിരിക്കുക, ബഹളം വയ്ക്കുക, എല്ലാം കോമഡി ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സദസ് വന്നെന്ന് വെച്ചോ, ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര സീരിയസ് ടോക്കൊക്കെ നടക്കുന്നത്, ആ ഒരു സദസ്സിൽ തനിക്ക് ആ കൺട്രോൾ വിട്ടിട്ട് താൻ ചിരിച്ചു പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെയുള്ളടത്ത് നിൽക്കാറില്ലല്ലോ. അല്ല, ബട്ട് സ്റ്റിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് താൻ മാത്രം ഞാൻ മിണ്ടും. ചിരിച്ചാ ഇല്ല, ഞാൻ മിണ്ടും. ഞാൻ ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കും. ഒരുപാട് സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇത് ഭയങ്കര ദേഷ്യക്കാരിയാവും, നിങ്ങൾക്ക് അറിയാം. സത്യമായിട്ട് അതെ. ഒരു ദേഷ്യം കാണിക്കും. അങ്ങനെ പറഞ്ഞ എനിക്ക് വരില്ല. പിന്നെ ദേഷ്യം ആക്കണം. ദേഷ്യം ആക്കണം. എന്നാ ഇതങ്ങോട്ട് എടുക്കാം. അത് വിട്ടു അല്ല, എനിക്ക് ദേഷ്യമൊക്കെ വരും. എല്ലാ മനുഷ്യർക്കും ദേഷ്യം വരും, സങ്കടം വരും, നല്ല ചിരിക്കും, എല്ലാം ചെയ്യും. ചേട്ടനോടാണോ ദേഷ്യപ്പെടുന്നത് കൂടുതൽ? വഴക്ക് അല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ആള് ഒന്ന് അച്ഛനും അമ്മയും, പിന്നെ ഇച്ചിരി വഴക്കുണ്ടാക്കാൻ പറ്റുന്നത് ഭർത്താവ്, പിന്നെ വേറെ ആരുടെ ചെന്ന് വർത്താനം വഴക്കുണ്ടാക്കിട്ടുണ്ട് തിരിച്ചടിക്കില്ല. ആകെ നമുക്ക് ലൈസൻസ് ഉള്ളത് ഇവരുടെയൊക്കെ എടുത്താ, വേറെ ആരുടെ അടുത്തും ഇല്ല. പിന്നെ നല്ല കൂട്ടുകാരുടെ അടുത്തും നമുക്ക്. പെങ്കൊച്ചുങ്ങൾക്ക് ഇത്രയും ദേഷ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട്. എന്റെ ഏട്ടൻ പറയും. അമ്മ എപ്പോഴും പറയുമായിരുന്നു. അമ്മ മരിക്കാനും മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാ. എന്റെ ഏട്ടന്റെ അമ്മയോട് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് എന്റെ ഏട്ടന്റെ അമ്മയോട് പറഞ്ഞതാ, സുമേമ്മ, അത് പിന്നെ അവൾക്ക് 2 പ്രശ്നമുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഒരു ഇച്ചിരി നേരം ഒന്ന് ഇത് ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് പറഞ്ഞതാ, 2 കുഴപ്പമുള്ളവർക്ക്. അവൾ ഭയങ്കരമായിട്ട് ഉറങ്ങും, പിന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. സുമേമ്മ അവളെ നോക്കിക്കോണം, ഞാനങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് എന്ന് അമ്മ വെന്റിലേറ്ററിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങളത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ ദേഷ്യം ഞാൻ വീട്ടിലെടുക്കുമായിരുന്നു ഭയങ്കരമായിട്ട്. ചുമ്മാ ഞാൻ ചാടും. അമ്മ എന്തിയാ സാധനം? അമ്മ ഒരു 100 വട്ടം വിളിക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഞാൻ മിണ്ടത്തില്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ TV കണ്ടോണ്ടിരിക്കും. ലാസ്റ്റ് അച്ഛൻ വന്നതിനെ അടിക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. അതുവരെ ടക്കെന്ന് അടിക്കും. നിന്നെ എത്ര തവണ അടിയാ അവള് കിടന്ന് വിളിക്കുന്നത്, നിനക്ക് കേട്ടൂടെ എന്ന് അച്ഛൻ ചോദിക്കും. എനിക്ക് തോന്നുന്നു ഈ 2012 വരെ 2010-11 വരെയൊക്കെ എന്നെ തല്ലുമായിരുന്നു. അത് അവർ മരിക്കുന്നതിന് കുറച്ച് മുന്നേ വരെ എന്നെ തല്ലുമായിരുന്നു. അമ്മയ്ക്ക് ചെറിയ മേലാഴികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പെട്ടെന്നായിരുന്നു വെന്റിലേറ്റ് ചെയ്തു. 15 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, പെട്ടെന്ന് മരിച്ചു. എൻ്റെ കല്യാണത്തിന് 6 മാസം മുന്നേ. അത് കഴിഞ്ഞ് 6 മാസം തികയുന്നന്ന് അച്ഛനും മരിച്ചു. 2 പേരും പെട്ടെന്നായിരുന്നു. കല്യാണത്തിന് 44 ദിവസം മുന്നേ. കല്യാണം കണ്ടില്ലേ? ഇല്ല, കല്യാണത്തിന് 44 ദിവസം മുന്നേ അച്ഛനും മരിച്ചു. പിന്നെ ബ്രദറിന് കല്യാണത്തിന് വരാനും പറ്റിയില്ല. അച്ഛൻ മരിച്ചോണ്ട് ലീവ് ആ സമയത്ത് ഇങ്ങെടുത്തു. പിന്നെ ലീവ് കൊടുത്തില്ല, അബുദാബിയിലായിരുന്നു. ഏട്ടനാ. അപ്പൊ ഏട്ടനും വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അമ്മാവന്മാര്, അമ്മായിമാര്, പിന്നെ എൻ്റെ കണ്ണേട്ടൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ട് ഫാമിലി. അവരെന്നെ അച്ഛൻ മരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇനി ഒന്നും വേണ്ട മോള് ഞങ്ങളുടെ പോര്, അങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മയാണ്. അവർക്ക് പെമ്മക്കളെ ഇല്ലാത്ത ഫാമിലിയിലേക്കാണ് ഞാൻ അതിനകത്തൊരു എന്നാ പറയാ, നല്ലൊരു പെങ്കോച്ചി സ്വന്തം മോളെ പോലെ ആയിരിക്കും. അച്ഛനും അമ്മയും, അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി എല്ലാവരും. പക്ഷെ ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫാമിലീസ് എല്ലാവരും, അച്ഛൻ്റെ പെങ്ങള്, ചേട്ടൻ, അവർ ഫാമിലി, എൻ്റെ മാമന്മാര്, അമ്മായിമാര്, ചിറ്റപ്പൻ, എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഭയങ്കരമായിട്ട് വരും. എല്ലാ ചടങ്ങിനും അവരുണ്ടാവും മുന്നിൽ, അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും. അത് ഭയങ്കര അതൊരു ഭാഗ്യമാണ്. എന്തായാലും വീണ ഇത്രയും എനർജറ്റിക് ആക്കി തന്നാൽ ഐ എം സോ ഹാപ്പി.